ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ക്രിസ്പി ബ്രെയിനാണ്. അത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടാലോ? എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എനിക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സപ്പോർട്ടും കൂടെ ഒന്ന് ചെയ്തേക്കണം കേട്ടോ. തയ്യാറാക്കാനായിട്ട് ഞാനിതുപോലെ ഞരമ്പൊക്കെ കളഞ്ഞ് നമ്മൾ നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്താണ്. അതിൻ്റെ തൊലിയൊക്കെ പൊളിച്ച് കളഞ്ഞ് വെളുത്തുള്ളിയും ഇഞ്ചിയും ഉപ്പും കൂടി ഇട്ട് പുഴുങ്ങിയെടുത്തേക്കണതാണത്. എന്നിട്ട് പുഴുങ്ങി നമ്മൾ വെള്ളം ഊറ്റിക്കളയണം. നമുക്കൊന്ന് നേരിയതായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. ഇതുപോലെ നീളത്തിൽ ഞാൻ അരിഞ്ഞെടുത്തേക്കണേണ്. ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ബ്രെയിൻ്റെ തന്നെ. അത് നമ്മൾ പൊടി മുക്കിയൊക്കെ വറുത്തെടുത്തേക്കണാണ്. ഇതിപ്പോൾ ഇങ്ങനെ നീളത്തിൽ സ്ലൈസ് ആക്കിയെടുത്ത് നമ്മളൊരു ക്രിസ്പി ബ്രെയിനാണ് ഉണ്ടാക്കുന്നത്. നമുക്കത് തയ്യാറാക്കാനായിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ മൈദയാണ് എടുക്കുന്നത്. നമുക്കൊരു പാത്രത്തിലേക്ക്, ഒരു പരന്ന പാത്രത്തിലാണ് എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ നിറച്ചും തന്നെ കോൺഫ്ലവറും കൂടി കൂട്ടി യോജിപ്പിക്കണതാണ്. അതിൻ്റെ കൂടെ ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് അതും കൂടി ചേർത്ത് കൊടുക്കണതാണ്. ഇതിൻ്റെ ഒരു എരിവ് മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ ഞാൻ ഒരു നിറച്ചും ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണതാണ്. ഇതിൻ്റെ കൂടെ അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണതാണ്. ഇതൊന്ന് നന്നായിട്ട് നമ്മളിങ്ങനെ മിക്സ് ചെയ്തെടുക്കണതാണ് കേട്ടോ. ഇതിൽ നമ്മൾ ഡിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ അത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. പിന്നെ അതിൻ്റെ ഒരു ബാറ്ററും കൂടി നമുക്കൊന്ന് റെഡിയാക്കണം. ഇതിപ്പോൾ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ മതി, നമുക്ക് ഇത്രയും മിക്സിങ് മതി. ഇവിടെ ഞാനൊരു കോഴിമുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിനകത്തേക്ക് പൊട്ടിച്ചിടാം. ഇതിലേക്ക് ഞാൻ ഒരു നുള്ളു ഉപ്പിടണതാണ്. അതുകൊണ്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കണതാണ്. അതുപോലെ തന്നെ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണതാണ് കേട്ടോ. വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടി കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബാറ്റർ. ഇനി നമ്മൾ ഓരോ പീസ് ഇതിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് ഇതിനകത്തേക്കൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് അതൊന്ന് പതുക്കെ ഇതിനകത്തേക്ക് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചേക്കണം ഈ പൊടിയിലേക്കൊന്ന് പുരട്ടിയെടുക്കുക. ഇത് വീണ്ടും നമ്മൾ ഒന്നും കൂടി ഇതിനകത്തേക്ക് തന്നെ ഒന്ന് മുക്കിയെടുക്കണേണ്. മുട്ടയിൽ മുക്കിയെടുക്കണേണ്. എന്നിട്ട് നമ്മൾ ഇതിനകത്തേക്ക് റസ്ക് പൊടിയിൽ മുക്കണേണ്. നല്ലപോലെ റസ്ക് പൊടിയിൽ മുക്കിയെടുക്കണേണ്. നമുക്കിതൊന്ന് പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അങ്ങനെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇതേപോലെ തന്നെ ഡിപ്പ് ചെയ്തെടുത്ത് എന്നിട്ട് ആദ്യം നമ്മൾ ഈ മൈദയും കോൺഫ്ലവറും കൂടി ഒന്നിച്ചാക്കിയതിലേക്കിട്ട് ഒന്നിങ്ങനെ പുരട്ടിയെടുത്ത് അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഇതിനകത്തേക്ക് തന്നെ ഇട്ട് റസ്ക് പൊടിയിലേക്ക് ഇടുന്നതാണ്. അങ്ങനെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മൾ ഇതുപോലെ എല്ലാം ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാം. ഞാൻ പറയാൻ മറന്നുപോയി, ഞാൻ റസ്ക് പൊടിയല്ല എടുത്തേക്കണത്, ബ്രെഡ് ക്രംസാണ് എടുത്തേക്കണത്. ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടായിട്ടാ. ഞാനതിൽ പറഞ്ഞേക്കണത് റസ്ക് പൊടി എന്നാണ്. രണ്ടായാലും കുഴപ്പമില്ല കേട്ടോ. ഒരു ഫ്രൈങ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്കിതൊന്ന് അതിനകത്തിട്ട് വറുത്തെടുക്കാം. തീ കുറച്ചിട്ട് നമുക്കിത് ഓരോന്ന് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ചൂടായി കിടക്കണമല്ലോ. അപ്പോൾ നമുക്ക് കുറച്ച് തീയിലിട്ടിട്ട് വറുത്തെടുത്താൽ മതിയാവും. നമുക്ക് പതുക്കെ മറിച്ചിട്ട് കൊടുക്കാം. ഇതൊരു ഗോൾഡൻ ബ്രൗൺ ആവണം, ഗോൾഡൻ കളർ മതിയിട്ട് ഇതിന്. അപ്പോഴാണ് ഇതിൻ്റെ പാകമാവണത്. നമ്മുടെ ബ്രെയിൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടി നമുക്ക് അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം.
ബ്രെയിൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. നല്ല കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്താൽ ഇത്തിരി കൂടി കുറച്ചും കൂടി നല്ല എരിവുണ്ടാവും കേട്ടോ. ഞാനിപ്പോൾ വളരെ കുറച്ച് കുരുമുളക് പൊടി ചേർത്തിട്ടുള്ളൂ, കുട്ടികൾക്കൊക്കെ കഴിക്കാനുള്ളതുകൊണ്ട്. അപ്പം നമുക്ക് വലിയ ആൾക്കാരൊക്കെ കഴിക്കുമ്പോൾ അതനുസരിച്ച് കുറച്ചുകൂടി കുരുമുളക് പൊടിയൊക്കെ ചേർക്കാൻ നമുക്കിഷ്ടമുള്ള പോലെ ആ പൊടിയിൽ എന്ത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല, മസാലപ്പൊടിയോ എന്ത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ പക്ഷേ കുരുമുളക് പൊടി മാത്രം ചേർത്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ എനിക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ലൈക്കും ഷെയറും സപ്പോർട്ടും കൂടി ഒന്ന് ചെയ്തേക്കണം കേട്ടോ.